Hello friends, നമ്മൾ ആ ചാപ്റ്ററിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് നോക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എൻ എലമെൻറ്റ് വിച്ച് ടേക്സ് പാർട്സ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ഈസ് നോൺ ആസ് ആറ്റം. ഒരു കെമിക്കൽ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ചെയ്യണം ടേക്ക് പാർട്ട് ചെയ്യണം ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിൾ നമ്മൾ ആറ്റം എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ മാറ്റർ ഈസ് കമ്പോസ്ഡ് ഓഫ്, എല്ലാ മാറ്ററിലും എന്നുള്ള ആറ്റംസ്. ടു ബി എ കണ്ടക്ടർ ദ സബ്സ്റ്റൻസ് മസ്റ്റ് കണ്ടെയ്ൻ സം, എന്താണ് ഒരു കണ്ടക്ടർ ആകാൻ വേണ്ടി ആവശ്യമുള്ള ഗുണം എന്താണ്? അതിനകത്ത് മൊബൈലായിട്ടുള്ള ഇലക്ട്രോൺസ് വേണം. കണ്ടക്ടിവിറ്റി ഡിപ്പെൻസ് ഓൺ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, അതെ ഫ്രീ ഇലക്ട്രോൺസ് കൂടുന്നതനുസരിച്ച് കണ്ടക്ടിവിറ്റി കൂടും. അപ്പോൾ അതൊരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. എനർജി ലെവൽ ഓഫ് ആൻ ഇലക്ട്രോൺ ഡിക്രീസസ് അസിസ് ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയർ ഇൻക്രീസസ് എന്ന് വെച്ചാൽ ഇലക്ട്രോണിൻ്റെ എനർജി ലെവൽ കുറയുമെന്നാണ് ഇവർ പറയുന്നത്. ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും. ഇത് തെറ്റാണ്. ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും ഇലക്ട്രോൺസിന് പുറത്തേക്ക് പോകാനുള്ള എനർജി കൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഫോഴ്സാണ്. ആൻ ഇലക്ട്രോൺ ഇൻ ദ സെക്കൻഡ് ഓർബിറ്റ് പോസസ് more energy than the electron in the second orbit. ശരിക്കും ഫസ്റ്റ് ഓർബിറ്റ് ആണ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓർബിറ്റിനെക്കാളും കൂടുതൽ എനർജി സെക്കൻഡ് ഓർബിറ്റിൽ അതിന് കാണും. സെക്കൻഡ് ഓർബിറ്റിനെക്കാളും കൂടുതൽ എനർജി തേർഡ് ഓർബിറ്റിലുള്ളതാണ്. അപ്പോൾ ഓർബിറ്റ് ഫ്രണ്ടിലേക്ക് മാറും തോറും അതിൻ്റെ എനർജി, ഇലക്ട്രോണിൻ്റെ എനർജി കൂടി വരും. ആറ്റംസ് വിത്ത് ഫ്യൂവർ ദാൻ 4 വാലൻസ് ഇലക്ട്രോൺസ് ആർ, എന്ന് വെച്ചാൽ 4 വാലൻസ് ഇലക്ട്രോൺസ് ഉള്ളതിന് നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയും. 4 വാലൻസ് ഇലക്ട്രോൺസ് കൂടുതൽ കുറവുള്ളതിന് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറയും. അതേ സമയത്ത് കൂടുതലുള്ളതിന് നമ്മൾ ഇൻസുലേറ്റേഴ്സ് അല്ലെങ്കിൽ പൂവറായിട്ടുള്ള കണ്ടക്ടേഴ്സ് എന്ന് പറയും. ആറ്റംസ് വിത്ത് ഫ്യൂവർ ദാൻ 4 ഇലക്ട്രോൺസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ്. ഇനി ആറ്റംസ് വിത്ത് മോർ ദാൻ 4 വാലൻസ് ഇലക്ട്രോൺസ് ആർ പുവർ കണ്ടക്ടേഴ്സ്. ആറ്റംസ് വിത്ത് 4 വാലൻസ് ഇലക്ട്രോൺസ് ആർ സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ. മാസ് ഓഫ് ആൻ ഇലക്ട്രോൺ എത്രയാണ്? 9.11 ഇൻറ്റു 10⁻31 കിലോഗ്രാം. 9.11 ഇൻറ്റു 10⁻31 കിലോഗ്രാം ആണ് ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത്. മാസ് ഓഫ് ആൻ ഇലക്ട്രോൺ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1/1000 ദ മാസ് ഓഫ് പ്രോട്ടോൺ. ഫോഴ്സാണ്. കാരണം മാസ് ഓഫ് ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു 1/1840 ദ മാസ് ഓഫ് പ്രോട്ടോൺ ആണ്. 1/1840 ദ മാസ് ഓഫ് പ്രോട്ടോൺ. ഡയമീറ്റർ ഓഫ് ആൻ ഇലക്ട്രോൺ എത്രയാണ്? 10⁻15 മീറ്റേഴ്സ് ആണ്. 10⁻15 മീറ്റേഴ്സിൻ്റെ ഓർഡറിലാണ്. മാസ് ഓഫ് ആൻ പ്രോട്ടോൺ എത്രയാണ്? 1.67 ഇൻറ്റു 10⁻27 കിലോഗ്രാം. മാസ് ഓഫ് എ പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു 1.67 ഇൻറ്റു 10⁻27 kilogram. When an electron is removed from a neutral atom, this atom becomes positively charged and is called a positive ion. ഒരു ഇലക്ട്രോൺ നമ്മൾ ന്യൂട്രൽ ആറ്റത്തിൽ മാറ്റുമ്പോൾ അതിനൊരു പോസിറ്റീവ് ചാർജ് വരികയും അതിനെ പോസിറ്റീവ് ആയി എന്ന് വിളിക്കുകയും ചെയ്യുന്നു. ഇത് കൺട്രോൾഡ് മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ത്രൂ എ സബ്സ്റ്റൻസ്. ഈ കൺട്രോൾഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ തുറക്കണം കറണ്ട് എന്നാണ് വിളിക്കുന്നത്. കറണ്ട് ഈസ് ദ മാറ്റ് അറ്റ് വിച്ച് ദ ഇലക്ട്രോൺസ് മൂവ്. ഇറ്റ് ഈസ് മേ ബി ദ പേസ് ഓർ മൂവ്മെൻറ്റ് ഈസ് അറ്റ് വിച്ച് ദ ഇലക്ട്രോൺസ് മൂവ് ഈസ് കോൾഡ് എ കറണ്ട്. ട്രൂ. ദാറ്റ് ഈസ് ദ ഫോഴ്സ് ദാറ്റ് കോസ് എ കറണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ഫ്ലോ. ഒരു ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യാൻ ഉള്ള ആവശ്യമായ ഫോഴ്സിന് നമ്മൾ എന്താ പറയുക? ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്നാണ് പറയുന്നത്. ഡാഷ് ഇസ് എ യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിൻ്റെയും പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെയും യൂണിറ്റ് സെയിം ആണ്. അത് വോൾട്ട് ആണ്. ഇലക്ട്രോൺ വോൾട്ട് ഇസ് എ യൂണിറ്റ് ഇൻ ടേംസ് ഓഫ് വിച്ച് ദ എനർജീസ് ഓഫ് ആറ്റമിക് പാർട്ടിക്കിൾസ് ആർ എക്സ്പ്രസ്ഡ്. യെസ്, ഇലക്ട്രോൺ വോൾട്ട് ഈസ് ദ യൂണിറ്റ് ഇൻ ടേംസ് ഓഫ് വിച്ച് ദ എനർജീസ് ഓഫ് ആറ്റമിക് പാർട്ടിക്കിൾസ് ആർ എക്സ്പ്രസ്ഡ്. The opposition to the flow of electrons is called electrical resistance. The opposition to the flow of electrons is called electrical resistance. The practical unit of electrical resistance is, practical unit of electrical resistance mho ആണോ? അല്ല, ഓം ആണ്. The resistivity of a material may be defined as the resistance between the opposite faces of a meter cube of that material. എന്ന് വെച്ചാൽ ഒരു മീറ്റർ ക്യൂബിൻ്റെ 2 ഓപ്പോസിറ്റ് ഫേസിൻ്റെ അടക്കമുള്ള റെസിസ്റ്റൻസിന് നമ്മൾ റെസിസ്റ്റിവിറ്റി എന്നാണ് വിളിക്കുന്നതാണ് പറയുന്നത്. റെസിപ്രോക്കൽ ഓഫ് സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് മെറ്റീരിയൽ ഈസ് കോൾഡ് കണ്ടക്ടിവിറ്റി. റെസിപ്രോക്കൽ, ആ സ്പെസിഫിക് റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കലിനെ നമ്മൾ എന്താ വിളിക്കുക? കണ്ടക്ടിവിറ്റി എന്ന് പറയും. യൂണിറ്റ് ഓഫ് കണ്ടക്ടിവിറ്റി ഓം പെർ മീറ്റർ ആണ്, ഒരിക്കലുമല്ല. കണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പോൾ മോയുടെ ടേംസിലാണ് വരുന്നത്. അപ്പം അത് ഫോഴ്സാണ്. റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റൽ കണ്ടക്ടേഴ്സ് ഇൻക്രീസസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ. കറക്റ്റാണ്. ടെമ്പറേച്ചർ കൂടാൻ നേരത്തെ പ്യൂർ മെറ്റൽസിൻ്റെ റെസിസ്റ്റൻസ് എന്താണ്? ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദ റെസിസ്റ്റൻസ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഓൾ ഇലക്ട്രോലൈറ്റ്സ് ഡിക്രീസസ് as the temperature rises. ടെമ്പറേച്ചർ കൂട്ടാൻ നേരത്ത് സെമി കണ്ടക്ടേഴ്സിൻ്റെയും ഇലക്ട്രോലൈറ്റ്സിൻ്റെയും റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. എ ലീനിയർ റെസിസ്റ്റർ ഈസ് വൺ വിച്ച് ഒബേസ് ഓംസ് ലോ. കറക്റ്റാണ്. എ ലീനിയർ റെസിസ്റ്റർ എന്ന് പറയുന്നത് ഓംസ് ലോ ഒബേ ചെയ്യണ ഒരു മെറ്റീരിയൽ നമ്മൾ ലീനിയർ റെസിസ്റ്റർ എന്ന് വിളിക്കുക. അറ്റ് വെരി ലോ ടെമ്പറേച്ചേഴ്സ് സം മെറ്റൽസ് അക്വയർ സീറോ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ആൻഡ് സീറോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ദ പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് സൂപ്പർ കണ്ടക്ടിവിറ്റി. ചെറിയ ടെമ്പറേച്ചേഴ്സിൽ ചില മെറ്റൽസിന് സീറോ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസും സീറോ മാഗ്നറ്റിക് ഇൻഡക്ഷനും അക്വയർ ചെയ്യാൻ പറ്റും. ആ പ്രോപ്പർട്ടിയുള്ള മെറ്റലിന് നമ്മൾ സൂപ്പർ കണ്ടക്റ്റീവ് മെറ്റൽ എന്ന് പറയും. ഡാഷ് റെസിസ്റ്റർ ഈസ് എ സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് റെസിസ്റ്റർ ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് കോൺസ്റ്റൻറ്റ് ആൻഡ് അൺചേഞ്ചബിൾ. കോൺസ്റ്റൻറ്റും അൺചേഞ്ചബിളും ആയിട്ടുള്ള വാല്യൂ ഉള്ള റെസിസ്റ്ററിനെ നമ്മൾ എന്താ വിളിക്കുക? ഫിക്സഡ് റെസിസ്റ്റേഴ്സ്. എ വേരിയബിൾ റെസിസ്റ്റർ ഈസ് കോമൺലി കോൾഡ് എ കൺട്രോൾ. യെസ്, A variable resistor is commonly called a
control. The most common type of special resistor is the fusible type. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സ്പെഷ്യൽ റെസിസ്റ്റർ ഏതാണ്? ഫ്യൂസിബിൾ ടൈപ്പ് ആണ്. In a series combination of resistors, a current flowing through each resistor is different. സീരീസിൽ കറണ്ട് ഫ്ലോ ചെയ്യാൻ എപ്പോഴും സെയിം ആയിരിക്കും. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. റെസിസ്റ്റിവിറ്റി ഓഫ് പ്യുവർ സെമി കണ്ടക്ടേഴ്സ് ഈസ് ഓഫ് ദ ഓർഡർ ഓഫ് 1 ohm meter. കറക്റ്റ് ആണ്. പ്യുവർ സെമി കണ്ടക്ടേഴ്സിൻ്റെ റെസിസ്റ്റിവിറ്റിയുടെ ഓർഡർ എപ്പോഴും 1 ohm meter ആയിരിക്കും. 1 ohm meter ആയിരിക്കും. When a piece of amber is rubbed, light objects such as lint or chaff are attracted to it by a force. നമ്മൾ റബ്ബ് ചെയ്യാൻ നേരത്തെ അതിൻ്റെ അകത്ത് ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ കാരണം ഒരു ചാർജ് അക്വയർ ചെയ്യുന്നു. അത് കാരണമാണ് ഈ ഒബ്ജക്ട്സ് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഫോഴ്സിന് നമ്മൾ എന്താ പറയുക, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നാണ് പറയുന്നത്. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. വയർ വൺ റെസിസ്റ്റേഴ്സ് ക്യാൻ ബി മെയ്ഡ് ഈവൻ അപ് ടു എ ഫ്രാക്ഷൻ ഓഫ് ഓം. കറക്റ്റാണ്. വയർ വൺ റെസിസ്റ്റേഴ്സ് ഒരു ഓമിൻ്റെ ഫ്രാക്ഷൻ അത്രയും വാല്യൂ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. പവർ റേറ്റിംഗ് ലാർജ്ലി ഡിപ്പെൻഡ്സ് ഓൺ ദ ഫിസിക്കൽ സൈസ് ഓഫ് ദ റെസിസ്റ്റർ. യെസ്, ലാർജ് ആയിട്ടുള്ള പവർ റേറ്റിംഗ് ഉള്ള റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ ലാർജ് സൈസ് ആയിരിക്കും. പവർ റേറ്റിംഗ് ലാർജ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫിസിക്കൽ സൈസ് ഓഫ് ദ റെസിസ്റ്റർ. ഹയർ വാട്ടേജ് റെസിസ്റ്റേഴ്സ് കനോട്ട് ഓപ്പറേറ്റ് അറ്റ് ഹയർ ടെമ്പറേച്ചേഴ്സ്. ഫോഴ്സ് ആണ്. ഹയർ വാട്ടേജ് ഉള്ള റെസിസ്റ്റേഴ്സിന് ഹയർ ടെമ്പറേച്ചേഴ്സ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റാറ്റിക് ചാർജ് ഓഫ് സെവറൽ തൗസൻഡ് വോൾട്ട്സ് ഈസ് ജനറേറ്റഡ് ഓൺ എ പേഴ്സൺ വാക്കിംഗ് ഓൺ ഫ്ലോർ. ഫ്ലോറിൽ കൂടെ പേഴ്സൺ വാക്ക് ചെയ്യാൻ നേരത്ത് അതിൽ സ്റ്റാറ്റിക് ചാർജ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുള്ള ഫ്ലോറാണെന്ന് വെച്ചാൽ കാർപ്പറ്റ് ഫ്ലോറിൽ കൂടെ ചാർജ് ചെയ്യുമ്പോൾ സെവറൽ തൗസൻഡ് വോൾട്ട്സ് ജനറേറ്റ് ചെയ്യപ്പെടുന്നു. ഇനി ഇലക്ട്രോസ്റ്റാറ്റിക് കോപ്പിയർ printed matter is reproduced because ink is dashed to the paper by static charges. ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് കോപ്പിയറിനകത്ത് പ്രിൻ്റർ മാറ്റർ റീപ്രൊഡ്യൂസ് ചെയ്യണം എങ്ങനെയാണെന്നാണ് അവർ ചോദിക്കുന്നത്. അതിൻ്റെ അകത്ത് ശരിക്കും ഇങ്ക് അട്രാക്ട് ചെയ്യപ്പെടും ഈ പേപ്പറിലേക്ക് സ്റ്റാറ്റിക് ചാർജസ് കാരണം. അപ്പം സ്റ്റാറ്റിക് ചാർജസ് കാരണം പേപ്പർ ഇങ്കിനെ അട്രാക്ട് ചെയ്യണതുകൊണ്ടാണ് ഈ ഇലക്ട്രോസ്റ്റാറ്റിക് കോപ്പിയറിൽ പ്രിൻ്റർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. When battery terminals are joined by wire, electrons flows in wire towards dash terminal of the battery. പോസിറ്റീവ് ടെർമിനൽ. എപ്പോഴും നമ്മൾ ടെർമിനൽസ് എല്ലാം ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നെഗറ്റീവ് നിന്ന് പോസിറ്റീവ് ടെർമിനലിലേക്ക് ബാറ്ററിയിൽ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ഉണ്ടാകുന്നതാണ്. അപ്പം കറണ്ട് പോസിറ്റീവ് ടെർമിനൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്ക് ഫ്ലോ ചെയ്യും. എപ്പോഴും കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇലക്ട്രോൺ ഫ്ലോയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും. ദെൻ ഇലക്ട്രോൺസ് മൂവിനെ കണ്ടക്ടർ ദർ ഇസ് ഡാഷ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോൺസ്. എപ്പോഴും ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ ഈ ഇലക്ട്രോൺസിൻ്റെ ഇടയിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടാവും. ദർ ഇസ് സം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോൺസ്. വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഫ്ലോ ത്രൂ എ കണ്ടക്ടർ ഈസ് ഡാഷ് ദാൻ ഓഫ് ലൈറ്റ്. ലൈറ്റിൻ്റെ വെലോസിറ്റി വെച്ച് നോക്കുമ്പോൾ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി എങ്ങനെയാണെന്ന് ചോദിക്കുന്നത്. എപ്പോഴും ലൈറ്റിൻ്റെ വെലോസിറ്റി ആയിരിക്കും മാക്സിമം. അപ്പോൾ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഫ്ലോ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ ലൈറ്റ്. വൈൽ സെലക്ടിങ് റെസിസ്റ്റേഴ്സ് ഓഫ് എനി പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ഫോളോയിങ് 2 ഫാക്ടേഴ്സ് ആർ ടു ബി കൺസിഡേർഡ്. നെയിംലി നമ്മളൊരു റെസിസ്റ്റർ സെലക്ട് ചെയ്യാൻ നേരത്തെ ഏതൊക്കെ ഫാക്ടേഴ്സാണ് നോക്കേണ്ടത്. എപ്പോഴും റെസിസ്റ്റൻസ് വാല്യൂവും അതിൻ്റെ വാട്ടേജ് ഡിസിപ്പേഷൻ നോക്കി വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. റെസിസ്റ്റൻസ് വാല്യൂവും വാട്ടേജ് ഡിസിപ്പേഷനും നോക്കേണ്ടതാണ്. Elements of electric heater and filament lamp are made of high resistivity materials. This is done to dash the length of filament. ഈ ഇലക്ട്രിക് ഹീറ്ററിനെ ഫിലമെൻറ്റ് ലാമ്പിലേക്ക് എലമെൻറ്റ്സിന് ഹൈ റെസിസ്റ്റിവിറ്റി ഉണ്ടാകുമെന്നാണ് ഇവർ പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മളങ്ങനെ സെലക്ട് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ലെങ്ത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം റോ എന്ന് പറയുന്ന സാധനം എപ്പോഴും റെസിസ്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ലെങ്ത്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ആണ്. നേരെ തിരിച്ചാണ് റോ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്തും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ആണ്. അപ്പോൾ റെസിസ്റ്റിവിറ്റി കൂടുമ്പോൾ എന്താ പറ്റും, ലെങ്ത്ത് കുറയും. അപ്പോൾ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും ഹൈ റെസിസ്റ്റിവിറ്റി മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നത്. പിന്നെ പാരലൽ സർക്യൂട്ട് ഡാഷ് ഈസ് സെയിം ഇൻ ഓർ അക്രോസ് ഈച്ച് റെസിസ്റ്റൻസ്. പാരലൽ ആയിട്ടുള്ള സർക്യൂട്ടിൽ സെയിം ആയിട്ടുള്ള എന്തായിരിക്കും ഈ ഒരു റെസിസ്റ്റൻസിന് അഗെയിൻസ്റ്റ്. അപ്പോൾ വോൾട്ടേജ് ആയിരിക്കും എല്ലാ റെസിസ്റ്റൻസിനും. പാരലായിട്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുമ്പോൾ ഓരോ റെസിസ്റ്ററിൻ്റെയും വോൾട്ടാണ് സെയിം ആയിട്ടിരിക്കുന്നത്. ആൻഡ് ഇലക്ട്രിക് ബൾബ് വിച്ച് ഈസ് യൂസ്ഡ് ഓൺ AC സപ്ലൈ ഡാഷ് ബി യൂസ്ഡ് ഓൺ DC സപ്ലൈ. AC സപ്ലൈ ഉപയോഗിച്ച ബൾബ് നമുക്ക് DC സപ്ലൈയിലും ഉപയോഗിക്കാവുന്നതാണ്. 2 ഹീറ്റർ കോയിൽസ് ഓഫ് ദ സെയിം മെറ്റീരിയൽ ആർ കണക്റ്റഡ് ഇൻ പാരലൽ അക്രോസ് ദ സപ്ലൈ. 2 ഹീറ്റർ കോയിൽസ് സെയിം മെറ്റീരിയൽ ഉള്ളത് പാരലായിട്ട് നമ്മൾ കണക്ട് ചെയ്യും. കോയിൽ A ഹാസ് ഡയമീറ്റർ ആൻഡ് ലെങ്ത് ഡബിൾ ദാറ്റ് ഓഫ് കോയിൽ B. കോയിൽ A വിൽ പ്രൊഡ്യൂസ് മോർ ഹീറ്റ്. എന്ന് പറയുന്നത് A എന്ന് പറയുന്നതിൻ്റെ ലെങ്ത്തും ഡയമീറ്റർ എല്ലാം കൂടുതലാണല്ലോ. അപ്പോൾ വലിയ സൈസുള്ള സാധനമായിരിക്കും കൂടുതൽ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യണം. അപ്പോൾ കോയിൽ ബിക്കിനേക്കാളും കോയിൽ A വലിപ്പം കൂടുതലായതുകൊണ്ട് കോയിൽ Aയിലായിരിക്കും കൂടുതൽ ഹീറ്റ് ഡിസിപ്പേഷൻ. കറണ്ട് ഫ്ലോ വിച്ച് ഡസ് നോട്ട് ചേഞ്ച് ഡയറക്ഷൻ ഈസ് കോൾഡ്. ഒരിക്കലും ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കറണ്ട് ഫ്ലോ ആണ് DC, ഡയറക്റ്റ് കറണ്ട്. ചേഞ്ച് ഉള്ളതിന് AC, ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. When a coulomb of electron move past a point in electric circuit in 1 second, we say 1 ampere current flows through it. ഒരു പോയിന്റിൽ കൂടി ഒരു coulomb of electrons 1 സെക്കൻഡ് പാസ് ചെയ്യുമ്പോഴാണ് നമ്മൾ 1 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുക എന്ന് പറയുന്നത്. 6.242 in 10⁻⁻18 electrons constitute 1 coulomb. കറക്റ്റാണ്. ഒരു coulomb എന്ന് പറഞ്ഞാൽ 6.24 × 10⁻⁻18 ഇലക്ട്രോൺസ് ആണ്.
പോസിറ്റീവ് ചാർജ് ബോഡി ഈസ് റിച്ച് ഇൻ ഇലക്ട്രോൺസ്. പോസിറ്റീവ് ചാർജ് ബോഡി റിച്ച് ഇൻ ഇലക്ട്രോൺസ് ആണോ? അല്ല, കുറവായി. ഇലക്ട്രോൺ ഡെഫിസിറ്റ് കാരണമാണ് അതിന് പോസിറ്റീവ് ചാർജ് കിട്ടുന്നത്. പോസിറ്റീവ് ചാർജ് ബോഡി ഹാസ് ഡെഫിസിറ്റ് ഓഫ് ഇലക്ട്രോൺസ്. 60 watt 230 volt has less resistance as compared to 60 watt 250 volt lamp. 60 വാട്ട് 230 വോൾട്ടും 60 വാട്ട് 250 വോൾട്ടുമാണ് നോക്കണം. അപ്പോൾ പവർ കോൺസ്റ്റൻ്റ് ആണ്, വോൾട്ടേജാണ് ഡിഫറൻസ്. P ഈസ് ഈക്വൽ ടു V²/R. R ഈസ് ഈക്വൽ ടു V²/P. അപ്പോൾ P കോൺസ്റ്റൻ്റ് ആണ്, നോക്കണ്ട. R ഇസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു V ആയി. അപ്പോൾ കൂടുതൽ ഇത് ഉള്ളതിന് കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, 230 വോൾട്ട് ആണ് കുറവ്, അതിന് കുറച്ച് റെസിസ്റ്റൻസ് ആയിരിക്കും, അതാണ് കറക്റ്റാണ്. അപ്പം 230 വോൾട്ട് ഹാസ് ലെസ് റെസിസ്റ്റൻസ് ആസ് കമ്പയർഡ് ടു 250 വോൾട്ട് ലാമ്പ്. യെസ്. റെസിസ്റ്റൻസ് ഓഫ് എ കാർബൺ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. കാർബണിൻ്റെ റെസിസ്റ്റൻസ് കൂടുമോ ടെമ്പറേച്ചർ കൂടാൻ നേരത്ത്? ഇല്ല, കാർബണിൻ്റെ റെസിസ്റ്റൻസ് ഒരിക്കലും കൂടുന്നതല്ല. കൺവെൻഷണൽ കറണ്ട് ഫ്ലോസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് വൈ ഇലക്ട്രോൺ ഡ്രിഫ്റ്റ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. കറക്റ്റാണ്. ഇലക്ട്രോൺസ് നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് പോകുമ്പോൾ കറണ്ട് എപ്പോഴും പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് വരുന്നു. കണ്ടക്റ്റീവ് മെറ്റീരിയൽസ് ഹാവ് ലെസ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് അറ്റ് റൂം ടെമ്പറേച്ചർ ആൻഡ് ഇൻസുലേറ്റീവ് മെറ്റീരിയൽസ് ഹാവ് മോർ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് അറ്റ് റൂം ടെമ്പറേച്ചർ. ഇവർ പറയുന്നത് റൂം ടെമ്പറേച്ചറിൽ കണ്ടക്റ്റീവ് മെറ്റീരിയൽസിൻ്റെ അകത്ത് ഫ്രീ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കുറവും ഇൻസുലേറ്റീവ് മെറ്റീരിയൽസിൽ അതിൻ്റെ എണ്ണം കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. ഫോഴ്സ് ആയിരിക്കും. കണ്ടക്റ്റീവ് മെറ്റീരിയൽസിലെ ഇലക്ട്രോൺസ് കാണും, എന്നാലേ മൂവ്മെൻറ്റ് നടക്കുകയുള്ളൂ. Conductive materials have electrons at room temperature, but insulative materials don't have that much. For the same dimensions of conductor, its resistance depends upon the dash of the material. ഒരു സെയിം ആയിട്ടുള്ള ഡയമെൻഷൻസ് ആയിട്ടുള്ള ഒരു കണ്ടക്ടർ ഉണ്ടാകും, അതിൻ്റെ റെസിസ്റ്റൻസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? റെസിസ്റ്റിവിറ്റി, ആ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ടാകുക. യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് പവർ ഈസ് കിലോ വാട്ട് അവർ ആൻഡ് ദാറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഈസ് കിലോ വാട്ട്. ആണോ? അല്ല. ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത് പവർ ഈസ് ഈക്വൽ ടു എനർജി ബൈ ടൈമാണ്. പവറാണ് കിലോ വാട്ട്, എനർജിയാണ് കിലോ വാട്ട് അവർ. തിരിഞ്ഞുപോയി. ഒപ്പോസിഷൻ ടു ദ ഫ്ലോ ഓഫ് ഡയറക്റ്റ് കറണ്ട് ഈസ് ടേംഡ് as ഡാഷ് ആൻഡ് ഇസ് യൂണിറ്റ് ഈസ് ഡാഷ് ആൻഡ് സിമ്പിൾ ഈസ് ഡാഷ്. ഒപ്പോസിഷൻ ടു ഡയറക്റ്റ് കറണ്ട് നമ്മളെന്താ പറയുന്നത്? റെസിസ്റ്റൻസ് എന്നും അതിൻ്റെ യൂണിറ്റ് ഓം ആണെന്നും അതിൻ്റെ സിമ്പിൾ നമുക്കറിയാമല്ലോ, ഓമിൻ്റെ അതുമാണ്. ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ഓഫ് 3 ബ്രാഞ്ചസ് ഇൻ പാരലൽ ഈച്ച് ഹാവിങ് എ റെസിസ്റ്റൻസ് ഓഫ് R. ഉള്ള 3 റെസിസ്റ്റൻസ് നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? R/3 ആയിരിക്കും. ഹൗസ് ഹോൾഡ് അപ്ലയൻസ് സച്ച് എസ് കെറ്റിൽ, ഹീറ്റർ, ഫാൻ, റെഫ്രിജറേറ്റർ റിക്വയർസ് ഡാഷ് ഫേസ് സപ്ലൈ. അതിനൊക്കെ നമുക്ക് സിംഗിൾ ഫേസ് സപ്ലൈ ആണ് വേണ്ടത്. ഹീറ്റർ, ഫാൻ, റെഫ്രിജറേറ്ററിനൊക്കെ സിംഗിൾ ഫേസ് സപ്ലൈ ആണ് വേണ്ടത്. The combined resistance of a number of resistors connected in parallel will have resistance less than the smaller resistor in the circuit. നമുക്ക് ഒരുപാട് റെസിസ്റ്റേഴ്സ് കാണും, പാരലായിട്ട് കണക്ട് ആയിട്ടുള്ള, അതിന് പല വാല്യൂസ് കാണും. അതിൽ ഏറ്റവും ചെറുത് ഏതാണ് അതിനേക്കാളും കുറവായിരിക്കും ഇക്വലൻ്റ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. കമ്പൈൻഡ് റെസിസ്റ്റൻസ് ഓഫ് എ നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് കണക്റ്റഡ് ഇൻ പാരലൽ വിൽ ഹാവ് റെസിസ്റ്റൻസ് ലെസ് ദാൻ ദ സ്മോളർ റെസിസ്റ്റർ ഇൻ ദ സർക്യൂട്ട്. എ ബാറ്ററി വിത്ത് ഹയർ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഈസ് പ്രിഫറബിൾ. ഏതാണ്? ഹയർ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണോ ലോവർ ആണോ നമ്മൾ പ്രിഫർ ചെയ്യണം? എപ്പോഴും നമ്മൾ ലോ ഇൻറ്റേർണൽ റെസിസ്റ്റൻസോടായിരിക്കും പ്രിഫർ ചെയ്യണം, കാരണം അതൊരു ലോഡായി മാറരുത് നമ്മുടെ സർക്യൂട്ടിൽ. 1 ohm 55 watt resistor will occupy more space as compared to 55 ohm 1 watt resistor. പവർ റേറ്റിംഗ് അനുസരിച്ച് ഇതിൻ്റെ സൈസ് കൂടും. അപ്പം 1 ohm 55 വാട്ടിനായിരിക്കും കൂടുതൽ സൈസ്, 55 ohm 1 വാട്ടിനേക്കാളും. ഓക്കെ, താങ്ക് യു.